ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പ് ഒരു വീട് കാണിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ചാനലിലല്ല. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ശരിക്കുള്ള വീട് അല്ലേ? ഇതാണ് ഞങ്ങളുടെ തറവാടെന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിലെ വീട് തൊടുപുഴ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വീട് ഇതാണ്. എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഇവിടെയാണ്. ഇതാണ് ശരിക്കും നമ്മുടെ വീടല്ലേ ത്രേസ്യാമ്മേ? അതെ. മറ്റേത് നമ്മൾ സരിഗമപ്പയിലൊക്കെ വന്ന് പാട്ടൊക്കെ പാടി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മേടിച്ചൊരു വില്ലയാണ്. പക്ഷെ ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണക്കാരായ ഞങ്ങളുടെ വീട്. അപ്പൊ എന്തായാലും ഞങ്ങളിന്ന് ഈ വീടും ഞങ്ങളുടെ നാടും അതെ, ത്രേസ്യാമേനെ എന്താ പറയാ, മറ്റേ വിളക്കിൽ തിരിയൊക്കെ ഇട്ട് കൊന്തയിൽ കുരിശൊക്കെ വരച്ച്, കൊന്തയിൽ നെറ്റിയിൽ കൊന്ത കൊണ്ട് കുരിശൊക്കെ വരച്ച് വലതുകാലം വെച്ച് കയറിയ വീട് ഇതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ അധികം താമസിക്കാനുള്ള ഒരു സാഹചര്യക്കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എറണാകുളത്തെ അടുത്ത് നമുക്കൊരു വീട് വേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു വില്ല മേടിച്ചങ്ങോട്ട് മാറിയത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഞങ്ങളുടെ വീടും അതുപോലെ ഞങ്ങളുടെ നാടും ഞാൻ പഠിച്ച സ്കൂളും അങ്ങനെ കുറെ സാധനങ്ങൾ ഞങ്ങളിന്ന് മമ്മി പപ്പായ ഇവിടെ ഇല്ല. അതെ, പപ്പായ അത്യാവശ്യമായിട്ട് പുറത്തുനിന്ന് പോയേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കാണിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഞങ്ങൾ വൈകിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് വന്ന് ഈ സ്റ്റെപ്പിലൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചത്. ഫ്രണ്ടിൽ കാണുന്ന റോഡുണ്ട്, ഈ റോഡിലേക്കൊക്കെ നോക്കി അതിൽ ആരൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ അറിയുന്ന ഒരു ടിപ്പിക്കൽ സാധാരണ നാട്ടിൻപുറത്തുകാരുടെ ഒരു വീടാണിത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും റോഡാണ്. രണ്ട് സൈഡ് റോഡെന്ന് പറഞ്ഞാൽ എൻ്റെ അത് ത്രേസ്യാമ്മ എന്താ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അതായത് ഈ കാണുന്ന വഴി ഇങ്ങനെ വളഞ്ഞു പോവാണ്. രണ്ട് സൈഡ് റോഡെന്ന് പറഞ്ഞാൽ പിന്നെ ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ വഴിക്കൊരു വളവുണ്ട്, അതുകൊണ്ടാണ് അത് രണ്ട് സൈഡിലായത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എന്താ പറയുക, പിള്ളേരും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം മമ്മിയും പപ്പായും അവരങ്ങനെ അധികം ചെടി പൂന്തോട്ട പരിപാലനം ഇങ്ങനത്തെ പരിപാടികളും ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾക്ക് ഇവിടെ കുറച്ചെന്നല്ല 1-2 പശുക്കളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പപ്പയൊക്കെ ഒരു സാധാരണ കൃഷിക്കാരനാണ്. മമ്മിയാണെങ്കിലും സാധാരണ കൃഷിക്കാരിയും അതുപോലെ ഒരു തയ്യൽക്കാരിയും ഒക്കെയാണ്. അപ്പോൾ നേരത്തെ പപ്പായ്ക്ക് വീട് പണിത് വിൽക്കുന്ന പരിപാടികൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 പശുക്കളും പിന്നെ വീടും പിന്നെ ഞങ്ങളൊക്കെ ആയിട്ട് സ്വസ്ഥവും സമാധാനമായിട്ടുള്ളൊരു ജീവിതമൊക്കെ നയിച്ച് പിന്നെ ഇടയ്ക്ക് കുറച്ച് മറ്റ് പരിപാടികൾ, അതായത് ചെറിയ കോൺട്രാക്ട് പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അയ്യോ, ഇത് പേന പിടിച്ചോടാ. അപ്പോൾ പപ്പായി പുറത്തു പോയേക്കായിരുന്നു. പപ്പായി ഇതേ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പപ്പായി ഇവിടെ കുറച്ച് പശുക്കളും കുറച്ച് കൃഷികളും അതുപോലെ കുറച്ച് ചെറിയ ചെറിയ കോൺട്രാക്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പായുടെ പശു അപ്പി ഇട്ടിട്ടുണ്ട്, കഴുകണം എന്ന്. ഞങ്ങൾ കുറച്ച് മുമ്പ് തൊഴുത്തിൽ പോയപ്പോൾ പശു ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടു. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം കാണാം. ഇത് ആക്ച്വലി ഇത് പപ്പായി വിൽക്കാൻ വേണ്ടി പണിത വീടാണ് ശരിക്കും, അല്ലേ? വിൽക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പപ്പായ്ക്ക് നേരത്തെ വീട് പണിത് വിൽക്കണ പരിപാടിയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളിതിന് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് എന്താ സംഭവിച്ചത്, നോട്ട് നിരോധനമായിരുന്നല്ലേ? നോട്ട് നിരോധനം വന്നിട്ട് സ്ഥലക്കച്ചവടങ്ങളൊന്നും നടക്കാതെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് മാറേണ്ടി വന്നു. എന്നിട്ട് ആ വീട് വിറ്റിട്ട് ഞങ്ങൾ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ വന്ന് താമസിച്ച വീടാണ്. ഞാൻ സരിഗമപ്പയിലുള്ള സമയത്തൊക്കെ എന്നാൽ ഇവനെ താഴെ വിടാം ഒരു സെക്കൻഡ്. അങ്ങനെ സരിഗമപ്പയുടെ സമയത്തൊക്കെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. വീട് കുറച്ചൊരു 3-4 വർഷമായി. എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ റിനോവേറ്റ് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ.
ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക കുറച്ച് പഴയ രീതിയിലുള്ള മറ്റേ ഫർണിച്ചറുകളൊക്കെയാണ്. പപ്പായ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം അല്ലേ ബൈ? പപ്പായ്ക്ക് ഇങ്ങനത്തെ ഒരു ശൈലിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു സാധനം പണിതാൽ അതൊരു 50-60 വർഷത്തേക്ക് അവിടെ വേണം എന്നുള്ളൊരു ശൈലിയാണ് പുള്ളിക്ക്. അപ്പോൾ അങ്ങനെയാണ് പപ്പായ ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള കസേരകളൊക്കെ പണിത്. പിന്നെ ഇത് കൂടുതൽ ട്രോഫികളും അല്ലെങ്കിൽ കൂടുതൽ മെഡലുകളും എൻ്റെ ചേച്ചിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലേ അവളുടെ ആയിരിക്കും കൂടുതൽ. ഈ കുറേയൊക്കെ ഞങ്ങൾ വീടുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ഇത് 9ാമത്തെ വീടെങ്ങാണ്ടാകുന്നുണ്ട്. 9ആണോ 8ആണോ? പപ്പായ കൂടെ ഇങ്ങോട്ട് വാ. 9ഓ 10ഓ അത്രയും വീട്. കാരണം പപ്പായ ഒരു വീട് പണിയും, അപ്പോൾ അതിന് ആരെങ്കിലും വന്നാൽ അത് വിൽക്കും, എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ ഏകദേശം ഒരു 9ഓ 10ഓ വീടുകൾ ഈ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു വണ്ണപ്പുറം എന്നാണ്. അപ്പോൾ ഈ വണ്ണപ്പുറം പഞ്ചായത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വാർഡുകളിലും ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രോഫികൾ, സാധനങ്ങളൊക്കെ. കുറേ ട്രോഫികളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും, പറഞ്ഞ പോലെ അങ്ങോട്ട് വീട് മാറുന്ന സമയത്തൊക്കെ ഒടിഞ്ഞു പോകാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതലും എൻ്റെ ചേച്ചിയുടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ചേച്ചി നല്ലൊരു സിംഗറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ കാരണം അവളാണ് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടിക്കൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ കാണുന്ന വലിയ ട്രോഫികളൊക്കെ ഞാൻ സരിഗമപ്പയിൽ പോയി അതിന് ശേഷം ഈ ഓരോ സ്ഥലത്ത് നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഇരിക്കുന്നതൊക്കെ ഈ ചെറിയ ട്രോഫികളെല്ലാം സ്കൂളിലാണ്. പിന്നെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സിലൊന്നാണിത്. ഞാൻ ആ പാട്ട് എഴുന്നേറ്റ്, അതായത് പാട്ട് പാടുന്ന സമയത്ത് പുറകിൽ നിൽക്കുന്ന ആരാന്ന് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ആരത്? നോക്കി ആ പുറകിൽ നിൽക്കുന്ന ആൾ ദാസേട്ടനാണ്. എൻ്റെ പാട്ട് കേട്ട് ദാസേട്ടൻ വരെ എഴുന്നേറ്റ് നിന്ന് ഞാൻ എല്ലാവരും വെറുതെ തമാശയ്ക്ക് പറയും, അതൊന്നും അല്ല, അത് പ്രെയർ സോങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൂടെ ദാസേട്ടനും എഴുന്നേറ്റു. അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്ത് ചിത്ര ചേച്ചിയുടെ തോളത്ത് കയറ്റി നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. പിന്നെ ഇവിടെ ചിത്ര ചേച്ചിയുടെ ശരത് സാറിൻ്റെ ഒപ്പം അവരുടെ നടുക്ക് ഒരു നിഷ്കളങ്കനായ ആട്ടിൻകുട്ടിയെ പോലെ ഇരിക്കുന്നത് ഞാനാണ്. ഈ ഇരിക്കുന്ന ഫോട്ടോയിൽ നോക്കിയാൽ എൻ്റെ പഴയ കോലം കാണാൻ പറ്റും. മീശയില്ല, താടിയില്ല, ഒന്നുമില്ല. ഈ ഡ്രസ്സ് ഇഷ്ടമല്ല ജോൺസിന്. ഈ ഡ്രസ്സ് ഇഷ്ടമല്ലേ പപ്പായുടെ? ഇഷ്ടമല്ല? പപ്പായ വൃത്തിയായിട്ട് കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല? നിനക്ക് എന്ത് ഡ്രസ്സാണ് ഇഷ്ടം പപ്പായുടെ? ബ്ലൂ ആണ് ഇഷ്ടം. അയ്യോ, പപ്പായ ഫുൾ ടൈം വെള്ളയാണ്. അതായത് ഈ ഷർട്ടിലൊക്കെ പിടിച്ച് നോക്കിയാൽ പട്ടപട്ടേന്ന് ശബ്ദം കേൾക്കുക. അതുപോലെ തേച്ച് എന്താ പറയുക വടി പോലെ ആക്കിയിട്ടാണ് പപ്പായ നടക്കുള്ളൂ. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പപ്പായ പോയിട്ടൊരു വൈറ്റ് ഷർട്ട് എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹത്തോടെ പപ്പായ പോയി എടുത്ത് ഒരു ഷർട്ട് എൻ്റെ അളവൊക്കെ കൊണ്ടുപോയി തയ്പ്പിച്ച് കൊണ്ടുവന്ന് വെച്ചു. ചേച്ചിയുടെ കല്യാണത്തിന് അന്ന് രാവിലെയാണ് എന്നിട്ട് എനിക്ക് എടുത്ത് തരണം. ഞാനത് ഇട്ടപ്പോൾ എനിക്ക് എങ്ങനെ പോയിട്ട് ശരിയാവണില്ല. കാരണം ഞാൻ ഒരിക്കലും ഷർട്ട് തേച്ചിടാറില്ല, തേച്ചെന്നല്ല മറ്റേ സ്റ്റിഫൊന്നും ചെയ്തിട്ട് തേച്ചിടാറില്ല. അപ്പോൾ അന്നത്തെ ദിവസം ആ ഷർട്ട് എങ്ങനെ ഇട്ടിട്ട് എനിക്ക് ശരിയാവേണ്ട. അവസാനം ഞാൻ ഇവിടെ നിന്ന് ഒരു പഴയ വെളുത്ത ഷർട്ട് ഇട്ടിട്ടാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോയത്. അങ്ങനെ അപ്പോൾ പപ്പായുടെ ഷർട്ടൊക്കെ അങ്ങനെ ഫുൾ ടൈം വെള്ളയാണ്. ആളൊരു കോൺഗ്രസ്സുകാരനും കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ബാക്കി സ്ഥലങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഞാൻ പറയാം കുറച്ച് സമയം. ഓക്കെ. ഇനി നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ഡൈനിങ് സ്പേസിലേക്കാണ്. ഇത് ഒരു സ്റ്റെയർ നമ്മൾ മുകളിലേക്ക്, പക്ഷെ മുകളിൽ അങ്ങനെ റൂംസ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു മമ്മിയുടെ തയ്ക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, ടൈലറിങ്ങിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയ സ്റ്റെയർ റൂം പോലെ. വേറെ ഒന്നുമില്ല മുകളിൽ, പ്ലെയിൻ ആയിട്ട് നമ്മുടെ ടെറസ് കിടക്കുകയാണ്. അപ്പോൾ ഇത് ടെറസ്, ഇവിടെ സ്റ്റെയർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാൻ കാരണം ഞങ്ങളെപ്പോഴും പാതിരാത്രിയായാലും ഇവിടെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള വൃത്തിയാക്കൽ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇതെപ്പോഴും നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. എപ്പോഴും ടേബിളിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഭയങ്കര അടുക്കും ചിട്ടയിലൊന്നുമല്ല നമ്മളങ്ങനെ സൂക്ഷിക്കാറ്. അപ്പോൾ ഇത് നമ്മുടെ ടേബിൾ നിങ്ങൾ കാണുന്ന പോലെ റൗണ്ട് ടേബിളാണ്. അങ്ങനെ എല്ലാ വീടുകളിലും റൗണ്ട് ടേബിൾ ഇപ്പോൾ അങ്ങനെ കാണാറില്ല. പക്ഷേ പപ്പായ്ക്ക് ഇതിങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പണിയിപ്പിച്ച ഒരു ടേബിളാണ്. അതിൻ്റെ കാലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വിഷവിമുക്തമായ പച്ചക്കറികളാണ്. ഞങ്ങൾ ഇന്നലെ കുമളി പോയായിരുന്നു. അപ്പോൾ കുമളിയിൽ നമ്മുടെ ചേച്ചിയുണ്ട്, കസിൻ ചേച്ചിയുണ്ട്.
ചേച്ചിയുടെ വീട്ടിലുണ്ടായ പയറ്, ബീൻസ്, നെല്ലിക്ക, ചീര ഇതൊക്കെ ഞങ്ങൾ ഇങ്ങ് എടുത്തുകൊണ്ട് പോന്നു. അങ്കിള് നല്ല സ്നേഹത്തോടെ തന്നു വിട്ടാണ്. ബിജു അങ്കിള് ഞങ്ങളോട് പറഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കണം, നമ്മളിങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ പോലെയല്ല, ഇത് അത്രയും പ്രഷ്യസ് ആണ്, അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന ചീരയൊന്നല്ല ഇത്, ഒരു തരി വിഷമില്ലാത്ത നല്ല അടിപൊളി ബീൻസും പച്ചക്കറികളും നെല്ലിക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ കൊടുന്നത് കൊണ്ട് അതിങ്ങനെ പരത്തി ഇവിടെ വെച്ചേക്കാണ്. അപ്പം മമ്മി ഇന്ന് വൈകുന്നേരം അത് അച്ചാറാക്കാനുള്ളതും കറികളാക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പം നമ്മുടെ ലിവിങ് ഏരിയ കഴിഞ്ഞു, ഡൈനിങ് ഏരിയ കഴിഞ്ഞു, നമ്മുടെ ഒരു സ്റ്റെയറിൻ്റെ സ്പേസ് കഴിഞ്ഞു. പിന്നെ പപ്പായുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു, നമ്മുടെ വീടിന് അത്ര പഴക്കമൊന്നും ഇല്ലെങ്കിലും ഭയങ്കര മോഡേൺ ഒരു സ്ട്രക്ചറിലല്ല വീട് പണിതിരിക്കുന്നത്. പപ്പായ്ക്ക് വീട് ഇങ്ങനെ കുറേ കാലഘട്ടം കേടൊന്നും ഇല്ലാതെ നിൽക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് പപ്പായ്ക്ക്. ഞാൻ ആൾക്കാരെ കാണിക്കുന്നതിനേക്കാളും വീട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, അങ്ങനത്തെ നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് എത്ര കാലം വേണമെങ്കിലും നിൽക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് പപ്പായ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ വീട് അത്ര മോഡേൺ സ്ട്രക്ചറൊന്നുമല്ല, നമ്മുടെ വില്ല അങ്ങനെ തന്നെയാണ്, ഭയങ്കര മോഡേൺ സ്ട്രക്ചറിലൊന്നുമല്ല, കുറേ ലൈറ്റ്സും കാര്യങ്ങളൊന്നും കാണില്ല, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ വീട് പണിതേക്കണതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ലിവിങ് സ്പേസും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് സ്പേസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം സ്റ്റെയറിൻ്റെ അവിടെ ചെറിയ 2-3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഫോട്ടോ ലിവിച്ചനെ ഒരു കുട്ടി വരച്ചു കൊടുത്തതാണ്. ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ. ഇവിടെയും കല്യാണത്തിൻ്റെ ഫോട്ടോ ആയിരുന്നല്ലോ, അത് മമ്മി മാറ്റി. ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് 4 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ബെഡ്റൂം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടൊന്നും ചെയ്തൊരു ഹോം ടൂർ അല്ല, അതുകൊണ്ട് നമ്മൾ റൂംസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ റൂമെല്ലാം നല്ല വൃത്തിയിലൊക്കെയാണ്, എന്നാലും നമ്മൾ റൂംസ് കാണിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ പപ്പായുടെയും മമ്മിയുടെയും റൂം, സെക്കൻഡ് ബെഡ്റൂം. പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ്. ഇതങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബെഡ്റൂമാണ്. പിന്നെ നമുക്ക് ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് ചേച്ചിയും ചേട്ടനും കൊച്ചൊക്കെ വരുമ്പോൾ കിടക്കുന്ന റൂം. പിന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം അത് കൂടാതെ ഉണ്ട്. ആ ഒരു ഏരിയ ആണിത്, വാഷ് ഏരിയ ആണിത്. ഇവിടെ മമ്മിയുടെ കുറേ കടുംപടലൊക്കെ കാണാം. മമ്മിക്ക് ചെടി ഇങ്ങനെ അകത്ത് വെച്ചാൽ ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിരിക്കും കേട്ടോ, മമ്മി അങ്ങനെയൊക്കെ നോക്കിയിട്ട് വെക്കാറ്. അപ്പോൾ അങ്ങനെ ചെടി, വാഷ് ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചൺ. പപ്പായി എല്ലാ റൂമും പണിതിരിക്കുന്നത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ്. കിച്ചണാണ് ഭയങ്കര വലുപ്പം. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഭയങ്കര വലിയ കിച്ചൺ. ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഇവിടെ ഫംഗ്ഷനൊന്നും നടന്നിട്ടില്ല, ജോണുവിൻ്റെ ഹൗസിൻ്റെ ഒക്കെ ചെറിയ മാമോദീസ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആണെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും നല്ല ആർത്തുല്ലസിച്ച് നിൽക്കാനുള്ള വലിയ കിച്ചണൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കിച്ചൻ്റെ പുറകിൽ നമുക്കൊരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. നമ്മുടെ അടുക്കളയുടെ നമ്മുടെ പഴയ രീതിയിലുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് വീടിൻ്റെ പുറത്തുള്ള ഭാഗം. തൊട്ടപ്പുറത്ത് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു പശുത്തൊഴുത്തുണ്ട്. പശുത്തൊഴുത്തിൽ പശുക്കളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും പറയാൻ പറ്റില്ല, കാരണം പപ്പായി ഇങ്ങനെ പശുക്കളെ മാറി മാറി മേടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ 1 ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പശുത്തൊഴുത്ത്. ഇത് പപ്പായുടെ കുറച്ച് അല്ലറ ചില്ലറ കൃഷി പരിപാടികളൊക്കെയാണ്. അതിനകത്ത് മഞ്ഞളുണ്ട്, നേരത്തെ മറ്റേ ഇഞ്ചി, അതുപോലെ നമ്മൾ ഈ ആയുർവേദ പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന കച്ചോലം എന്ന് പറഞ്ഞ സാധനം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറയുന്നത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വെറുതെ പറമ്പിൽ നോക്കുമ്പോൾ ഒക്കെ കാണുന്ന ഈ കാടും പള്ളയും പടലങ്ങളൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആയുർവേദ മൂല്യമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ നമ്മൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ചെടികളിലൊക്കെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ മരുന്നുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാണുന്ന അതിൻ്റെ പേരെന്തായിരുന്നു ഒരു ത്രസ്യാമേ? അത് തന്നെ, നീലയാമരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ഈ മുറ്റത്ത് വെറുതെ വളർന്നു നിൽക്കുന്നത്. അത് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ആയുർവേദ മൂല്യമുള്ള ചെടിയാണത്. പിന്നെ തൊട്ടപ്പുറത്ത് ഇഞ്ചി, പിന്നെ ഇവിടെ ചെത്തിപ്പൂ, ചെമ്പരത്തിപ്പൂ ഒക്കെ. ആക്ച്വലി ഞാനും ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് അവളായിരുന്നു മെയിനായിട്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ചെടികളും പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. കല്യാണത്തിന് മുമ്പ് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പപ്പായ്ക്കും മമ്മിക്കൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാനുള്ള സമയമൊന്നുമില്ല. പപ്പായ ഫുൾ ടൈം പശുക്കളും പരിപാടികളൊക്കെ ആയിട്ടാണ്. മമ്മി കുറച്ച് തൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഏതായത് നോക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓറഞ്ചാണോ നാരകമാണോ? നാരങ്ങയാണ്, നാരകം. അപ്പോൾ നാരങ്ങയാണിത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ നിൽക്കുന്ന മരം നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം കൂടുതൽ ആളുകളും അതിൻ്റെ എന്താ പറയുക പഴമാണ് കഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ പഴം നമ്മുടെ നാട്ടിലെ ഏറ്റവും വിലയുള്ള പഴങ്ങളിലൊന്നാണ്, മറ്റൊന്നല്ല റംബൂട്ടാൻ. ഇത് റംബൂട്ടാൻ്റെ
മറ്റേ ബഡ് ടൈപ്പ് റംബൂട്ടാനാണ്. ഇതിൻ്റെ അപ്പുറത്ത് തെങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കൃഷികളും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് തൊഴുത്തും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ആക്ച്വലി ഇവിടെ ഇപ്പം നിലവിൽ 2 പശുക്കളാണുള്ളത്. ഒരു കറുത്ത പശുവും ഒരു ചുവന്ന പശുവും. പിന്നെ അതുപോലെ ഒരു പശു കുഞ്ഞുണ്ട്. ആ പശു കുഞ്ഞിനെ കണ്ടിട്ട് വരാം. ഞാൻ പോകുമ്പോഴുള്ള കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കണം അവിടെ, ഞാൻ പറയട്ടെ. എൻ്റെ പോകുമ്പോഴുള്ള കോൺഫിഡൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്വന്തം ആളാണ്. പക്ഷേ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇതാ കഴിച്ചോ നാണം കിടത്തല്ലേ, തിന്ന് പുള്ളിക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പശുക്കുട്ടനാണോ? പശുക്കുട്ടി, മൂരിക്കുട്ടനല്ല. നമ്മുടെ മെയിൻ ആൾ വരുന്നുണ്ട്. ജോണൂസിന് വീട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും പശുക്കളെ കാണണം എന്നാണ് ജോണൂസിൻ്റെ ആഗ്രഹം. അല്ല ജോണൂസേ, ഇതേ ജോണൂസിൻ്റെ പശുക്കുഞ്ഞ് അവിടെ ഉണ്ട്. പശുക്കുഞ്ഞ് ഇതേ നിൽക്കണു. ബേബി പശു അവിടെ ഉണ്ട്. ഇതാ കണ്ടോ, വാ ബേബി പശുവിൻ്റെ അടുത്ത് വാടാ. ഇതാ ബേബി പശു. ബേബി പശുവിനെ കണ്ടോ? പശുവിനെ മോട്ടർ അടിച്ച് കുളിപ്പിക്കണ പശുവിനെ. ഇതൊക്കെ ഇഷ്ടപ്പെട്ട പശുക്കുട്ടീനെ നമുക്ക് കൊണ്ടുപോയാലോ? നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാലോ? ബനാന വേണോ? ബനാന കഴിക്കാറായിട്ടില്ല കേട്ടോ. ഓക്കെ, ബനാന എടുത്തു തരണോ? ജോണസ് ബനാന എടുത്തോ. ജോണസ് ബനാന എടുത്തോ. ഇതേ മുകളിലുണ്ട്. ഇതേ മുകളിൽ ബനാന. ഇതേ പശു. അയ്യോ ഇതേ പശു. ക്യാമറ കാണുമ്പോൾ തന്നെ ഓടി ഒളിച്ചുകൊണ്ടിരുന്ന മമ്മീനെ ഒടുവിൽ ഞാൻ ഒരു ഷോട്ടിൽ പിടിച്ചു. ഇതാണ് എൻ്റെ മമ്മി. അങ്ങനെ അടുത്ത ഞങ്ങൾ കാണിക്കാൻ പോണ സ്ഥലം ഞങ്ങളുടെ പള്ളിയാണ്. ഞങ്ങളുടെ ഇടവക പള്ളി, ഞങ്ങളുടെ കല്യാണം നടന്ന പള്ളി. പിന്നെ എന്താ പള്ളിക്ക് പ്രത്യേകത? അതെ, എന്റെ ചേച്ചിയുടെ മാമോദിസ നടന്ന പള്ളി. ചേച്ചിയുടെ ഇവിടെ അല്ലല്ലേ? സോറി, ചേച്ചിയുടെ മമ്മിയുടെ വീട്ടിലാണ്. അപ്പൊ എന്റെ മാമോദിസ നടന്ന പള്ളി, എന്റെ ചേച്ചിയുടെ കല്യാണം നടന്ന പള്ളി. പൊന്നൂസിന്റെ മാമോദിസ ഇവിടെ ആയിരുന്നു. ചേച്ചിയുടെ കല്യാണം ചേട്ടന്റെ പള്ളിയിലായിരുന്നു. പൊന്നിന്റെ മാമോദിസ, ഹൗസിന്റെ മാമോദിസ, നമ്മുടെ കല്യാണം, കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഞങ്ങളുടെ പള്ളിയാണ്. അതുപോലെ മറ്റൊരു സംഭവങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിവിശാലമായ ഞങ്ങളുടെ പള്ളിയുടെ മുറ്റം. മുട്ടിലെഴുന്ന നേർച്ചയൊക്കെ ഉള്ളൊരു പള്ളിയാണിത്. അതുപോലെ ഫ്രണ്ടിൽ നോക്കിയാൽ 5 അപ്പവും 2 മീനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജീസസ് ക്രൈസ്റ്റ് 5000 പേർക്ക്, തൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന 5000 പേർക്ക് 5 അപ്പവും 2 മീനും പകുത്തു നൽകിയ ഒരു സംഭവം ബൈബിളിലുണ്ട്. അതാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. ഈ പള്ളിയിൽ വേറൊരു പ്രത്യേകതകളുണ്ട്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നെറ്റികളിൽ കുറേ മുറിപ്പാടുകളുണ്ട്. ഇതാണ്ടോ കുറേ പാടുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പാട് ഈ പള്ളിയിൽ വീണാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ നടയിലാണ്. ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് മമ്മി കുർബാന കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ഇങ്ങനത്തെ പൈപ്പൊന്നും ആയിരുന്നില്ല. ഇവിടെ ഒരു വലിയൊരു പനിനീർ ചാമ്പ എന്ന് പറയുന്ന ഒരു മരവും അങ്ങനെയൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് ചേച്ചി വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ ഓടിയാണ്. ഈ നടയിലൊന്ന് ഇടിച്ചിട്ടാണ് ഒരു മുറി ഉണ്ടായേക്കണത്.
അപ്പോൾ നമുക്ക് പള്ളിക്കകത്ത് പോവാം. ഞാൻ അൾത്താര ബാലനായിട്ടൊക്കെ ഒരുപാട് കുർബാനകളിൽ പങ്കെടുത്തിട്ടുള്ളൊരു പള്ളിയാണിത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പള്ളിയിൽ മറ്റേ നമ്മുടെ ഗാഗുൽത്ത മലയുടെ പടം ഒക്കെയുള്ള ഒരു അൾത്താരയിൽ വലിയ ചിത്രങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അത് പൊളിച്ച് ഇപ്പോൾ കാണുന്ന മനോഹരമായ ഒരു അൾത്താരയാക്കി മാറ്റി. ഇതിൽ ഫുൾ ലൈറ്റൊക്കെ കിട്ടിയാൽ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ അധികം ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാളിയാർ. കാളിയാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ ഒരുപക്ഷെ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും കാളിയാർ അച്ഛൻ എന്നുള്ള പേരൊക്കെ. അപ്പോൾ ഇതാണ് ആ കാളിയാർ എന്നുള്ള സ്ഥലം. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണിത്. ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച ഒരു സ്കൂളാണ്. ഇപ്പോൾ അത് അന്നത്തേക്കാളും കുറച്ചും കൂടി വലിപ്പമൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ നല്ല ഓർമ്മകളുള്ള നല്ല രസമുള്ള കാലഘട്ടങ്ങൾ കടന്നു പോയൊരു സ്കൂളാണിത്. അതുപോലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പഠിച്ച LP സ്കൂൾ. അതായത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച എൻ്റെ സകല കുരുത്തക്കേടുകൾക്കും സാക്ഷിയായിട്ടുള്ള ഒരു സ്കൂളാണിത്. സെൻറ്റ് മേരീസ് LP സ്കൂൾ കാളിയാർ. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പുറകിൽ കുറച്ചുകൂടെ വലിയൊരു സ്കൂളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ ആ ബിൽഡിങ്, ഞാനൊക്കെ പഠിച്ച ആ ബിൽഡിങ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എൻ്റെ വീട് കഴിഞ്ഞ പിന്നെ ഫുൾ മലകളാണ്. ഇത്ര ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോടെ അവസാനിക്കുകയാണ് അല്ലേ? ഞാൻ പഠിച്ച സ്കൂളും പള്ളിയും ഒക്കെ കാണിച്ചു. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുള്ള ഒരു നാടാണിത്. അത് ഞങ്ങളിനി വേറൊരു ദിവസം കവർ ചെയ്യാം. ഇന്നത്തെ ദിവസം സമയം അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വൈകിട്ടായി, ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അല്ലേ? അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോ ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഇതുവരെ എൻ്റെ വീടും നാടൊക്കെ ആയിട്ട് വരാൻ പറ്റട്ടെ. അതെ, അപ്പോൾ എന്തായാലും കാണാം. ബൈ.